ഹലോ വെൽക്കം ടു മിന്നു ബുട്ടിക്ക്. ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞാൽ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് യൂണിഫോമിൻ്റെ കോട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതേ കോട്ടിനുള്ള മെറ്റീരിയൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഫ്രണ്ട് പീസാണ് അതിൻ്റെ ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിലാദ്യമേ തന്നെ നമ്മൾ അതിൻ്റെ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 3.5-4 ഇഞ്ചൊക്കെ വീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 6 ഇഞ്ചോ 7 ഇഞ്ചോ ഒക്കെ അവനവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ഈ കോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഷർട്ടിൻ്റെ മുകളിലിടുന്ന കോട്ടാണ് കേട്ടോ, വിത്തൗട്ട് കോളറാണ്. നമ്മളൊരു അതിൻ്റെ തേരുവശത്ത് നമ്മൾ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമ്മളൊരു 1 ഇഞ്ച് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്നുണ്ടെങ്കിൽ കോട്ടിൻ്റെ കഴുത്ത് നെക്ക് ഭാഗം അടിച്ച് മറയ്ക്കാനുള്ള പീസുമാണ് കേട്ടോ, ബോഡിയിലേക്കുള്ളതും. പിന്നെ ഇതിൻ്റെ കോട്ടിന് നമുക്ക് 28 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. 28 ഇഞ്ചിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മടക്കി തയ്ക്കാനായിട്ട് തയ്യൽ തുമ്പനായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്ക് കഴിഞ്ഞിട്ട് ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 3.5 ഇഞ്ച് വീതിയിൽ കഴുത്ത് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു 4 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് ഇടാം, ഇല്ലെങ്കിൽ 3.5 ഇഞ്ച് ആയാലും കുഴപ്പമില്ല. 3.5 ഇഞ്ചാക്കി ആകുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു പൊടിക്ക് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീങ്ങി നിൽക്കും. അതാണ് ഭംഗി. ചിലവർക്ക് അത് അങ്ങനെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു തുണ്ട് പോലും ഇങ്ങോട്ട് കയറി നിൽക്കുന്നത് ഇഷ്ടമില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് 4 ഇഞ്ച് എടുക്കാം. പിന്നെ നമ്മൾ റിഗാൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. റിഗാൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇതിന് 8.5 ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു 19 ഇഞ്ചോ 18-19 ഇഞ്ചോളം ആൾക്ക് റിഗാൾ ശരിക്കുണ്ട്. പക്ഷേ നമുക്ക് ഇതിൽ 2 ഇഞ്ച് നമ്മൾ ബാക്കിലത്തെ പീസ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ അവിടെ ഇടുന്നുണ്ട്. ആ ഒരു ഇത് വരുമ്പോൾ ഇവിടെ റിഗാൾ അത് കറക്റ്റാവും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ 8.5 മാർക്ക് ചെയ്തേക്കണത്. അതിൽ നമ്മളൊരു 1.5 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് നമ്മൾ ഡൗൺ ചെയ്ത് വരച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ട് വെയർ ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പ് നമ്മുടെ ഷോൾഡറിന് വരാനായിട്ടാണ്. നമ്മൾ ബോഡിക്ക് നമ്മൾ അതിൻ്റെ വണ്ണം കൊടുക്കുന്നത് നമ്മുടെ അതിൻ്റെ സാധാരണ ബ്രസ്റ്റിൻ്റെ വണ്ണത്തിൻ്റെ കൂടെ 5 ഇഞ്ചാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ 5 ഇഞ്ച് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഷേപ്പിൻ്റെ അവിടെ ഒരു 14.5 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ആ ഭാഗത്ത് നമ്മൾ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ഷേപ്പിൻ്റെ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് കൊടുക്കുക. പിന്നെ ബാക്കിൽ നമ്മൾ അതിൻ്റെ ഡാട്ട് കൊടുക്കുമ്പോൾ പിന്നെ അതിൽ വേറെ ഒന്നും ചെയ്യേണ്ട, അത് കറക്റ്റായിട്ട് വന്നോളും. ആവശ്യത്തിന് ലൂസ് ഉണ്ടാവും. ആവശ്യത്തിന് ലൂസിലോട് കൂടിയിട്ട് നമ്മൾ എന്തായാലും ഒരു ഡ്രസ്സിൻ്റെ മുകളിലാണല്ലോ ഇത് ഇടുന്നത്, ഷർട്ടിൻ്റെയോ ചുരിദാറിൻ്റെയോ മുകളിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ലൂസ് നമുക്ക് കറക്റ്റ് ആയിക്കോളും കേട്ടോ. പിന്നെ അതിൽ നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ നിന്നും നമ്മൾ ഒരു 3.5 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ചിലാണ് നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് സീറ്റിൻ്റെ അളവ് എടുക്കുന്നവർക്ക് എടുക്കാം. നമ്മളെടുത്താലും ഈ ബ്രസ്റ്റിൽ നമ്മൾ 5 ഇഞ്ച് ലൂസ് കൊടുത്തിട്ടുള്ളത് ആ സെയിം ഏതാണ്ട് നമ്മുടെ ഹിപ്പിൻ്റെ, അതായത് സീറ്റിൻ്റെ വണ്ണം കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് അതിന് വേറെ അളവ് പറയാത്തത്. പിന്നെ നമ്മളവിടെ സ്ലിറ്റ് ഇടുന്ന കാരണം കൊണ്ട് നമുക്കത് അവിടെ അഡ്ജസ്റ്റായി പോവും, അവിടെ ടൈറ്റ് വരാനായിട്ട് സാധ്യത ഉണ്ടാവില്ല. ഇപ്പം നമ്മളത് കൊടുത്തിട്ടുള്ള ഫ്രണ്ട് പീസിൻ്റെ നെക്കൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു വീനെക്ക് കർവോട് കൂടിയിട്ടുള്ളൊരു വീനെക്കാണ് ഇതിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മളിതിൻ്റെയൊക്കെ ഷേപ്പിലും അതുപോലെ നമ്മളതിൻ്റെ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ഓരോ ക്ലിപ്പിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെയധികം എളുപ്പമാവും കേട്ടോ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് പീസാണ് ഇനി അടുത്തത് കട്ട് ചെയ്യാൻ പോണത്. ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ പീസ് ഇടണം. 2 ഇഞ്ച് നമ്മൾ ഇടുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കോട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഷർട്ടിൻ്റെ ഒക്കെ നമ്മൾ പോലെ കോട്ടിനും നമ്മളൊരു 2 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്നിട്ടാണ് അതിൻ്റെ ഷോൾഡറായിട്ട് ജോയിൻ ചെയ്തത് നമ്മൾ കാണുക. അതുകൊണ്ടാണ് നമ്മളൊരു 2 ഇഞ്ച് അവിടെ എക്സ്ട്രാ മുകളിൽ ഇടുന്നത്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലത്തെ പീസിൽ നമ്മളൊരു 1 ഇഞ്ചോളം നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ നെക്കിൻ്റെ താഴേക്ക്. ആ പീസ് നമ്മളവിടെ മടക്കി വെക്കണം, അല്ലെങ്കിൽ ഒരുപാട് ലൂസ് ഈ കോട്ടിന് കൂടും. അതുകൊണ്ട് പിന്നെ നമ്മളൊരു 2 ഇഞ്ച് ഇറക്കത്തിൽ തന്നെ ആ ഒരു ബാക്കിലത്തെ നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ മാർക്കിൽ നിന്ന് പിന്നെ അതുപോലെ അതിൻ്റെ ഷോൾഡറിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് നമ്മൾ ഫ്രണ്ട് പീസിന് ഡൗൺ ചെയ്ത പോലെ അവിടെ നമ്മൾ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നെക്കിലേക്ക് നേരെ ഒരു വര വരച്ച് അതിൽ നിന്ന് നമ്മൾ നമ്മുടെ റിഗാൾ ഷേപ്പ് ചെയ്തെടുക്കുക ചെയ്യണം കേട്ടോ. അതിനുശേഷം ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ ഫ്രണ്ട് പീസിൽ കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുക. ഇതിൻ്റെ പീസിൽ നമുക്ക് അത് ജോയിൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് പെർഫെക്ഷൻ നമുക്ക് അറിയാൻ പറ്റുക കേട്ടോ. ഞാനിതിൽ സ്റ്റിച്ചിങ് വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക്
കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. ഞാനിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഇതുപോലെ തന്നെ ട്യൂട്ടോറിയൽ ഇടുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ ഫ്രണ്ട് പീസിൽ അടിച്ച് മറയ്ക്കാനായിട്ട് നമുക്കൊരു പീസ് ആഡ് ചെയ്യുന്ന ഭാഗമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ. നമുക്കതായത് ഈ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തതിൻ്റെ ഇടയിലൊരു പീസ് നമുക്ക് കിട്ടും. കാരണം ഇത് 60 ഇഞ്ച് വീതി വരുന്ന പാൻറ്റിനൊക്കെ എടുക്കുന്ന സൂത്തിങ്ങാണ്. സൂട്ടിങ്ങിന് എപ്പോഴും നമുക്ക് വീതി കൂടുതലാണ് മെറ്റീരിയലിന്. അപ്പോൾ ഈ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തതിൻ്റെ ഇടയിൽ വരുന്ന പീസാണ് ഇത്. അപ്പോൾ നമുക്ക് അത് അടിച്ച് മറയ്ക്കാനായിട്ട് വേറൊരു പീസ് മെറ്റീരിയൽ എടുക്കേണ്ടതായിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ സൂക്ഷിച്ച് കൃത്യമായിട്ട് അളന്ന് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പീസ് നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടും. ഒരുവിധം എല്ലാവർക്കും അത് കിട്ടാറുണ്ട്. പിന്നെ അതിന് മാത്രം വണ്ണം ഉണ്ടാവണം ആളാവണം കിട്ടാതിരിക്കാനായിട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ പീസ് മാർക്ക് ചെയ്തിട്ട് ഇതേ വെട്ടിയെടുക്കുന്നുണ്ട്. ഇനി എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാരണം ഇതുപോലെ ഓരോ വീഡിയോ ഇടുമ്പോഴും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും ഇതുപോലെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരാനായിട്ടൊരു സന്തോഷം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ആ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് കറക്റ്റ് ലെവലിലായിട്ട് കിട്ടണമെന്നൊന്നുമില്ല. നെക്കിൻ്റെ അവിടെ കിട്ടുക. കാരണം നമുക്ക് അടിച്ച് മറയ്ക്കാനായിട്ടൊരു പീസ് കിട്ടണം അവിടെ. അപ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കഴുത്ത് അടിച്ച് മറിച്ചെടുക്കാം. അതാണ് ഇങ്ങനൊരു പീസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ഫ്രം സ്വീറ്റ്.